ചെയ്യും. ഭരണസമിതി അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും സർക്കാരിന് വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ യോഗത്തെ അഭിസംബോധന ചെയ്യാനായി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തുള്ള മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഭരണസമിതികള് ഒരേ ദിവസം ഒരേ സമയം യോഗം ചേരുന്നത് സംസ്ഥാനത്ത് ആദ്യമായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇവിടെ നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതാണ് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാനുള്ളത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യമുക്ത നവകേരളം, ഗുണമേന്മയിൽ അധിഷ്ഠിതമായ പാലിയേറ്റീവ് പരിചരണം. യാഥാർത്ഥ്യമാക്കുന്നതിൽ നേരിട്ട് പങ്കുവഹിക്കുന്നതും നേതൃത്വപരമായ ചുമതല നിറവേറ്റുന്നതും തദ്ദേശ സ്ഥാപനങ്ങളാണ്. സമയബന്ധിതമായി ഈ കാര്യങ്ങൾ നമുക്കാവേണ്ടത്. പൊതുവെ പരിശോധിച്ചാൽ കാണാവുന്നത് നല്ല മുന്നേറ്റം ഈ വിഷയങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു. അതിന് നേതൃത്വം നൽകിയവരാണ് ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. നിങ്ങളെ എല്ലാവരെയും അക്കാര്യത്തിൽ പൂർണ്ണമായി അഭിനന്ദിക്കും. തുടർ പ്രവർത്തനങ്ങൾ കൂടുതൽ ഗൗരവത്തോടെയും ഉത്തരവാദിത്വത്തോടെയും നിറവേറ്റാൻ കഴിയേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തെ അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമാക്കി മാറ്റാനാണ് നാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി 2021 ആരംഭിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 64,006 കുടുംബങ്ങളാണ് അതിദരിദ്ര വിഭാഗത്തിലുള്ളത്. 1,03,909 പേരാണ് അതിദരിദ്രർ എന്നും 1032 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാണ് ഇവരെ കണ്ടെത്തി. ഭക്ഷണം, ആരോഗ്യം, വാസസ്ഥലം, വരുമാനം, ഇത്രയും ക്ലേശഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രരെ നിർണയിച്ചത്. 2025 നവംബർ 1 കേരളത്തെ അതിദരിദ്ര വിമുക്തമായി പ്രഖ്യാപിക്കണം എന്നാണ് അന്ന് പരസ്യമായി നാം അറിയിച്ചത്. ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൽ ആരംഭിച്ചതിന്റെ ആദ്യ വർഷം 2023 നവംബർ 1 പൂർത്തിയായത്. ആ ഘട്ടത്തില്
ആ ഒരു വർഷം കൊണ്ട് 47.89% ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ നമുക്ക് കഴിഞ്ഞു. നല്ല പുരോഗതിയായിരുന്നു. രണ്ടാം ഘട്ടത്തില് നാം ലക്ഷ്യമിട്ടത് കഴിഞ്ഞ 2024 നവംബർ 1-ന് 90% പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കണം എന്നാണ് ലക്ഷ്യമിട്ടത്. പക്ഷേ നമുക്ക് കഴിഞ്ഞ 40,180 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി. അതായത് 63.82% ആണ് കഴിഞ്ഞ വർഷം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത്. അപ്പോ നാം ഉദ്ദേശിച്ച പുരോഗതി നേടാനായില്ല. രണ്ടാം ഘട്ടത്തില് രണ്ടാം വർഷം ഒരു മെല്ലെ പോക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പരിഹരിക്കാനാവണം. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും ആ മേഖലയിലുള്ള അതിദരിദ്ര കുടുംബങ്ങളിൽ അവശേഷിക്കുന്നവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൃത്യമായി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ 2025 നവംബർ 1-ന് ദരിദ്രമുക്ത കേരളം എന്ന പ്രഖ്യാപനം നമുക്ക് നടത്താൻ. നമ്മൾ പ്രധാനമായി ആലോചിക്കേണ്ടത് ഈ ലക്ഷ്യം നേടുന്നതിന് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തിയിലും എന്തെല്ലാം കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ചു വരുന്നു. തീരുമാനിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ഇനി പരിശോധിക്കേണ്ടത് ഇനിയും പൂർത്തീകരിക്കാൻ അവശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയക്രമം നിശ്ചയിക്കണം. അതിനൊരു പ്രവർത്തന രൂപരേഖ തയ്യാറാക്കാൻ ഇന്ന് ചേരുന്ന ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുക്കാനും കഴിയും. എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഭക്ഷണ ദൗർലഭ്യം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്നവരുടെ പ്രശ്നങ്ങൾക്ക് ആ രീതിയിൽ പരിഹാരമായിട്ടുണ്ട്. പരാതികൾക്കിടയില്ലാത്ത വിധം ഇത് തുടർന്നും ഉറപ്പുവരുത്താനാവാം. ആവശ്യമായ തുടർ നടപടികൾ ഇക്കാര്യത്തിൽ തീരുമാനിക്കണം.
ഗുണമേന്മയിൽ അധിഷ്ഠിതമായി സേവനം ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തിയിലും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ രൂപീകരിച്ച ഉപസമിതികളുണ്ട്. ആ ഉപസമിതി ഈ കാര്യം കൃത്യമായി അവലോകനം ചെയ്യുന്ന നില സ്വീകരിക്കണം. ഇപ്പൊ വരുമാനം ക്ലേശഘടകമായി കണ്ടെത്തിയ കുടുംബങ്ങളില് 521 കുടുംബങ്ങൾക്കാണ് വരുമാനദായക പ്രവർത്തനങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുള്ളത്. അതിനുള്ള നടപടികൾ കൈക്കൊള്ളണം. ഈ 521 എന്ന് പറയുമ്പോൾ സംസ്ഥാനത്താകെയുള്ളതാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തി എടുത്താൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പരിഹരിക്കാനാകാത്ത എണ്ണം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ വരുമാനം ലഭ്യമാക്കുന്നതിന് ഏറ്റവും പ്രധാനം ആവശ്യമായ തൊഴിൽ ഉറപ്പാക്കലാണ്. ഓരോ കുടുംബത്തിലും തൊഴിലെടുക്കാൻ ശേഷിയും പ്രാപ്തിയൊക്കെയുള്ള വ്യക്തികൾക്ക് അനുയോജ്യമായ തൊഴിൽ ഉറപ്പാക്കലാണ് വേണ്ടത്. ഇതിന് വിദ്യാഭ്യാസ യോഗ്യത, നൈപുണ്യ പരിശീലനം, ഇതെല്ലാം സംബന്ധിച്ച വിശദാംശങ്ങൾ സമാഹരിച്ച് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാനാവണം. ആരോഗ്യപരമായ കാരണങ്ങളാൽ തൊഴിലെടുക്കാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെ കണ്ടെത്തിയ 923 കുടുംബങ്ങളാണ്. അപ്പൊ അവർക്ക് തൊഴിലെടുത്ത് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് പ്രയാസമുണ്ടാകും. അപ്പൊ ആ കുടുംബങ്ങൾക്ക് വരുമാനം കണ്ടെത്തുന്നതിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കേണ്ടതായി വരും. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപജീവന പദ്ധതി അത് കുടുംബശ്രീയുടെ മാത്രം ചുമതലയിൽപ്പെട്ടതാണ് എന്ന നിലയ്ക്ക് അങ്ങനെയാണ് ഇപ്പൊ കണക്കാക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാനും സഹായിക്കാനും കഴിയുന്ന മറ്റൊട്ടേറെ സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ, വനിതാ വികസന കോർപ്പറേഷൻ, പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മുതലായ ഏജൻസികളെ നമ്മുടെ ഈ ഉപജീവന പദ്ധതികളുമായി കണ്ണി ചേർക്കാനാവണം. അതോടൊപ്പം തന്നെ ചില പ്രാദേശിക സംരംഭങ്ങളുണ്ടാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളുണ്ടാവും. അവരുടെയെല്ലാം സഹായം ഇക്കാര്യത്തിൽ സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ വന്നാൽ ഇത്തരം ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് ഇതെല്ലാം പ്രയോജനപ്പെടുത്താനാവും. അതോടൊപ്പം തന്നെ പുതുതായി സംരംഭങ്ങൾ ആരംഭിക്കുന്നവരുണ്ടാവും. അത്തരം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും താല്പര്യവും അതിനുള്ള ശേഷിയും ഉണ്ടെങ്കിൽ ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുന്ന നില
സ്വീകരിക്കണം. മറ്റൊരു വിഭാഗം അവിദഗ്ധ കായിക തൊഴിലെടുക്കാൻ കഴിയുന്നവരാണ്. അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങൾക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരുമാനം ലഭ്യമാക്കാനാവണം. തൊഴിലുറപ്പ് പദ്ധതികളുടെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇവിടെ താരതമ്യേന പ്രായമുള്ളവര്, ദുർബലർ, ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്നവർ, ഭിന്നശേഷിക്കാർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം ഉപജീവന പ്രവർത്തനങ്ങൾ തയ്യാറാക്കുന്നതിന് പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരെ ഉൾപ്പെടുത്തി ടീമുകളെ സജ്ജമാക്കാൻ കഴിയേണ്ടതുണ്ട്. ഉപജീവന പദ്ധതികളുടെ പുരോഗതി ജനകീയ സമിതികള് മോണിറ്റർ ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. മോണിറ്ററിംഗിന്റെ ഭാഗമായി കണ്ടെത്തുന്ന വിടവുകൾ അതത് സമയത്ത് തന്നെ പരിഹരിക്കാൻ കഴിയണം. അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇവിടെ സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളും നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾ, ആ ക്ഷേമ പദ്ധതികളിൽ അതിദരിദ്ര ഗുണഭോക്താക്കൾക്ക് മുൻഗണന നൽകണം. ഒരു പ്രശ്നമുണ്ടാവുക, ചിലപ്പോൾ ഈ ക്ഷേമ പദ്ധതിയിൽ ഗുണഭോക്തൃ വിഹിതം ആവശ്യമുള്ള പദ്ധതികളുണ്ടാവും. അപ്പോ അതൊഴിവാക്കാൻ ആവശ്യമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുക കണ്ടെത്തണം. കാരണം ഈ അതിദരിദ്ര കുടുംബത്തിന് ആ തുക കണ്ടെത്താൻ പ്രയാസമുണ്ടാകും. അത് അതത് സ്ഥലത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. ആ തരത്തിലുള്ള ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് വേണം. സഹായകോപകരണങ്ങൾ ആവശ്യമുള്ള 119 പേരുണ്ട്. അപ്പൊ അവർക്ക് 2 ആഴ്ചക്കകം അവ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താനാവണം. ഇതിനായി പദ്ധതിയിൽ തുക മാറ്റിവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ സമയബന്ധിതമായി തന്നെ ആ തുക വിനിയോഗിക്കാനാവണം. ഇവിടെ ഓരോ ഇനത്തിന്റെയും പുരോഗതി പരിശോധിച്ചാൽ വീടുകൾ ലഭ്യമാക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും കുറഞ്ഞ പുരോഗതി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തില് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും പ്രത്യേക ശ്രദ്ധ നൽകി ഈ ലക്ഷ്യം കൈവരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ വീടില്ലാത്ത അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് ലഭ്യമാക്കുന്നതിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കാവും. ഇപ്പൊ മൊത്തം 12,178 കുടുംബങ്ങൾക്കാണ് വീടില്ല
എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതില് 5912 കുടുംബങ്ങൾ വീടും സ്ഥലവും ഇല്ലാത്തവരാണ്. അപ്പോ ഈ നമ്പർ സംസ്ഥാനത്താകെയുള്ള നമ്പറാണ്. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനം എടുത്താൽ അത് വിരലിൽ എണ്ണാവുന്നതായിരിക്കും. ഏറ്റവും പ്രധാനം ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തലാണ്. സ്ഥലം കണ്ടെത്തല് എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ഓരോ പ്രദേശത്തും ഉദ്ദേശിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപന അതിർത്തിയിൽ അവിടെ ഏതാനും കുടുംബങ്ങൾ മാത്രമാണ്, 1, 2, 3 അങ്ങനെയെല്ലാമുള്ള കുടുംബങ്ങളാണ് ഈ പറയുന്ന തരത്തിൽ വീടില്ലാത്തവരായിട്ടുണ്ടാവും, സ്ഥലമില്ലാത്തവരായിട്ടുണ്ടാവും. അപ്പൊ സ്ഥലം കണ്ടെത്തുന്നതിന് ഒരു നല്ല ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഫലം കാണുമെന്നാണ് തോന്നുന്നത്. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും അതിനായി ഒന്നിച്ചിറങ്ങിയാൽ അതുമായി സഹകരിക്കാൻ തയ്യാറാകുന്ന നല്ല മനസ്സുള്ള വ്യക്തികളെ അവിടുന്ന് തന്നെ കണ്ടെത്താനാണ്. അപ്പോ ചിലര് ഈ വീട് നിർമ്മിക്കുന്ന സ്ഥലം വിട്ടുതരാൻ താല്പര്യം കാണിച്ചു എന്ന് വരും. പൂർണ്ണമായി സംഭാവന ചെയ്യാൻ കഴിയാത്തവര് ഒരു ഭാഗം സംഭാവന ചെയ്യാൻ സന്നദ്ധമായിട്ടുണ്ടാവും. കൃത്യമായ വിലയല്ലെങ്കിൽ അവരുമായി സംസാരിച്ചാൽ ഒരു നിശ്ചിത വിലക്ക് അവർ ഫലം നൽകാൻ തയ്യാറായി. അതൊക്കെ പ്രായോഗികമാകുന്നത് അതത് സ്ഥലത്ത് നാം താല്പര്യപൂർവ്വം ഇടപെടുമ്പോഴാണ്. ആ ഇടപെടൽ ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അവിടെയുള്ള പ്രസിഡന്റും മറ്റംഗങ്ങളും എല്ലാം കൂടി കൂട്ടായി ശ്രമിച്ചാൽ നാടിന്റെ നന്മയുടെ ഭാഗമായി ലഭ്യമാക്കാൻ സ്പോൺസർഷിപ്പ് ഉപയോഗിക്കാവുന്ന സ്പോൺസർഷിപ്പ് സാധാരണ നിലക്ക് ഓരോ പ്രദേശത്തും നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ ശ്രമിച്ചാൽ കഴിയും. നാം കാണേണ്ടത് നിങ്ങളുടെ പഞ്ചായത്തില് അല്ലെങ്കിൽ നഗരസഭയില് ഒരു വീട് നിർമ്മിക്കുന്ന സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മളെ വന്ന് സമീപിക്കുന്നത് അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവൂ. അതാണ് പ്രധാനമായിട്ട് കാണുന്നത്. എന്നാൽ നമ്മൾ അങ്ങോട്ട് സമീപിക്കുമ്പോഴോ അതിനോട് നല്ല രീതിയിൽ പ്രതികരിച്ചു, പലരും പ്രതികരിച്ചു. അപ്പൊ നമ്മുടെ മുൻകൈ, നമ്മുടെ ഇടപെടൽ
അതാണ് ഇത് വിജയത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ നമ്മുടെ തദ്ദേശ ഭരണ അതിർത്തിയിൽ ഈ വീടില്ലാത്തവരുടെ അതിതര വിഭാഗത്തിൽപ്പെട്ട വീടില്ലാത്തവരുടെ പ്രശ്നം പരിഹരിക്കണം എന്ന താല്പര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടാൽ സ്ഥലം ലഭ്യമാക്കാനാവും, വീട് നിർമ്മിക്കാനുമാവും. അപ്പോ വീട് ലഭ്യമാക്കാൻ പ്രത്യേക ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം, നേരത്തെ നാം അംഗീകരിച്ച ഒരു മാർഗരേഖയിൽ നിർദ്ദേശിച്ച പ്രശ്നമാണ്. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിലും അതിദരിദ്രരെ പിന്തുണക്കാൻ ഒരു കെയർ ഫണ്ട് എന്ന ആശയം നേരത്തെ നിർദ്ദേശിച്ചു. അത് പലതരത്തിലാണ്. ഇപ്പൊ വ്യാപകമായി CSR ഫണ്ട് ലഭിക്കുന്ന അവസ്ഥയിൽ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപന അതിർത്തിയിൽ നിന്നും നാട്ടിൽ നിന്ന് പുറത്തുപോയി ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ, അവിടെ തന്നെയുള്ള മറ്റൊട്ടേറെ സ്ഥാപനങ്ങൾ, ഇവരുടെ എല്ലാം സഹായം, സ്പോൺസർഷിപ്പ് ഉപയോഗിക്കാൻ നമ്മൾ മുൻകൈയെടുത്താൽ അതിലൂടെ ഇതിനാവശ്യമായ വിഭവം സമാഹരിക്കാൻ കഴിയും. അപ്പോ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഈ രീതിയിൽ ഇടപെട്ട് കെയർ ഫണ്ട് രൂപീകരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകൾ കൈമാറിയ തുകകൾക്ക് ആനുപാതികമായി അതിദരിദ്ര കുടുംബങ്ങളുടെ വീടുകൾ പൂർത്തീകരിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. ഓരോ കുടുംബത്തിനും ഇടക്കാല ദീർഘകാല ലക്ഷ്യങ്ങളാണ് മൈക്രോ പ്ലാനുകളിലൂടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പോ മൈക്രോ പ്ലാൻ പ്രധാനപ്പെട്ടതാണെന്ന് കാണാൻ പറ്റണം. കുടുംബ മൈക്രോ പ്ലാനുകളുടെ വിവിധ ഘടകങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപന തലത്തിൽ ഏകോപിപ്പിക്കണം. അങ്ങനെ ഏകോപിപ്പിച്ച് പദ്ധതികളിൽ ഉൾക്കൊള്ളിക്കലാണ് ലക്ഷ്യമിട്ടത്. വിവിധ വകുപ്പുകള്, ഏജൻസികള് ഇവയുടെ എല്ലാം സംയോജിത ഇടപെടൽ സാധ്യമാക്കുന്ന സമഗ്രമായൊരു സമീപനമാണ് ഇതിൽ നാം ലക്ഷ്യമിട്ടത്. 2025-26 വർഷത്തെ പദ്ധതി തയ്യാറാക്കുമ്പോൾ മൈക്രോ പ്ലാനുകൾ വിശദമായി പരിശോധിക്കണം. അവശേഷിക്കുന്ന നിർവഹണ ഘടകങ്ങൾ ഉൾപ്പെടുത്തി നിലവിലുള്ള കുറവുകൾ പരിഹരിക്കാൻ കഴിയും. ഇതില് വകുപ്പുകളുടെ സഹകരണം പ്രധാനമാണ്. ഇപ്പോൾ വിവിധ വകുപ്പുകളുടെ സഹകരണം ഉറപ്പാക്കാൻ കഴിയും. ഇവിടെ അതിദാരിദ്ര്യ പദ്ധതികള് കാര്യമായി ഏറ്റെടുത്തിട്ടുള്ളത്
ഗ്രാമപഞ്ചായത്തുകള്, മുനിസിപ്പാലിറ്റികള്, കോർപ്പറേഷനുകള് എന്നിവയാണ്. പക്ഷേ പുനരധിവാസത്തിനും മാനസികാരോഗ്യത്തിനും മറ്റും ആവശ്യമായ പൊതു പിന്തുണാ സംവിധാനങ്ങൾ അതത് വകുപ്പുകളും ഏജൻസികളുമായി ചേർന്ന് നടപ്പിലാക്കാൻ കഴിയണം. ഇതിലാണ് ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും കാര്യമായി ഇടപെടാൻ സാധിക്കുക. ബ്ലോക്ക് ജില്ലാ ഏകോപന സമിതി, അവലോകന സമിതി ഇതിനകത്തുണ്ടാവണം. ഇപ്പൊ ജില്ലാതല ഏകോപന അവലോകന സമിതിയും ബ്ലോക്ക് തല ഏകോപന അവലോകന സമിതിയും ഈ നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന് അവരുടെ അതിർത്തിയിലെ പുരോഗതി വിലയിരുത്തി പോകണം. മറ്റൊരു കാര്യം ജനകീയ സമിതികളുടേതാണ്. ഇതിനായി എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വാർഡ് തലത്തിലും തദ്ദേശ ഭരണ സ്ഥാപന തലത്തിലും ജനകീയ സമിതികൾ രൂപീകരിച്ചിരുന്നു. ഈ സമിതികളെ സജീവമാക്കി മാസത്തിലൊരിക്കൽ ആ സമിതികൾ യോഗം ചേരുന്ന അവസ്ഥയുണ്ടാവും. അതിന്റെ ഭാഗമായി പ്രവർത്തന പുരോഗതി വിലയിരുത്തി പോകണം. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മാസവും MIS ഡാറ്റ പുതുക്കാൻ നമുക്ക് കഴിയണം. തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ പദ്ധതി ഏകോപനത്തിനും മോണിറ്ററിങ്ങിനും ഒരു ഉദ്യോഗസ്ഥന് നോഡൽ ഓഫീസർ എന്ന നിലക്കുള്ള ചുമതല നൽകാനാവണം. ഇത് വളരെ പ്രധാനമാണ്. ഒരാളെ നോഡൽ ഓഫീസറായി ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും പ്രത്യേകമായി തീരുമാനിക്കണം. അതിദരിദ്ര കുടുംബങ്ങളിൽപ്പെട്ട ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാൻ അധിഷ്ഠിതമായി ബാധകമായ മുഴുവൻ ക്ലേശ ഘടകങ്ങളിൽ നിന്നും പുറത്തു കടക്കുകയും ഉപജീവന പദ്ധതി ബാധകമായ കുടുംബങ്ങൾക്ക് സുസ്ഥിര വരുമാന മാർഗം ഉറപ്പാക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ അതിദരിദ്ര മുക്തമായി പ്രഖ്യാപിക്കാവൂ. ഒരു എളുപ്പ വഴിയും സ്വീകരിക്കാൻ പാടില്ല എന്നർത്ഥം. ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പായതിനു ശേഷം മാത്രമേ അതിദരിദ്ര മുക്തമായി പ്രഖ്യാപിക്കാവൂ. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും തങ്ങളുടെ അധികാര പരിധി കണ്ടെത്തിയ അതിദരിദ്ര കുടുംബങ്ങളെ ആ അവസ്ഥയിൽ നിന്നും മുക്തരാക്കിയ തദ്ദേശ ഭരണ സ്ഥാപനം തന്നെ അതിദരിദ്ര കുടുംബങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക. അപ്പോ ആ തദ്ദേശ ഭരണ സ്ഥാപനം അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം പരസ്യമായി നടത്തണം. ഓരോ സ്ഥാപനവും ആ പ്രഖ്യാപനം നടത്തുന്ന നില സ്വീകരിച്ചു പോകണം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. തദ്ദേശ ഭരണ വകുപ്പ് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട സമയക്രമം
എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി പാലിച്ച് നടപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 2025 നവംബർ 1 കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ നമുക്കാവും. ഇപ്പോ ഡിസംബർ മാസത്തിലാണ് നമ്മളുള്ളത്. ഇനി മെയ് മാസം വരെയുള്ള സമയം നല്ല നിലക്ക് നമുക്ക് ഇതിനെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. മെയ് കഴിയുമ്പോൾ സ്വാഭാവികമായും മഴയും മറ്റുമായി. അത് കഴിയുമ്പോഴേക്ക് ആഗസ്റ്റ് കഴിഞ്ഞു വരുമ്പോൾ പിന്നീട് തദ്ദേശഭരണ സ്ഥാപനങ്ങളും മറ്റും അടുത്ത തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന അവസ്ഥയിലേക്കാവും. അതിനെല്ലാം മുൻപ് ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്കാവണം. പ്രാഥമികമായി കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതാണ്. ഇടയ്ക്കൊരു മന്ദിപ്പുറത്താണ്. നാം ഒന്നിച്ചിറങ്ങിയാൽ എല്ലായിടങ്ങളിലും ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നമ്മുടെ അതിദരിദ്രാവസ്ഥയെ കുറിച്ച് പറയാനുള്ളത്. പിന്നീടുള്ളത് നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുക എന്നുള്ളതാണ്. മാലിന്യമുക്ത നവകേരളം നാം എല്ലായിടവും 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം മുതൽ 2025 മാർച്ച് 30 വരെ, അതാണ് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം. അതുവരെയാണ് മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിലൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട് അതീവ സുന്ദരമായ നാടാണ്. പ്രകൃതി രമണീയത ഏറ്റവും കൂടുതലൊരു നാടാണ്. സംസ്കാര സമ്പന്നരായ ജനതയാണ് കേരളത്തിലുള്ളത്. എല്ലാ പ്രദേശങ്ങളും നാടിന്റെ മുക്കും മൂലയും വൃത്തിയായിരിക്കുക, ശുചിത്വം പാലിക്കാൻ കഴിയുക, ഇതാണ് നാം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാടിന്റെ വിളിപ്പേരൊക്കെ കേട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന നിലയൊക്കെ കേട്ട്, പിന്നെ മറ്റൊരുപാട് ബഹുമതികൾ നമ്മുടെ നാടിന് ലോകത്തിലെ വിവിധ ഏജൻസികൾ ചാർത്തി തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായി കേരളം കാണാനെത്തുന്നവര് നമ്മുടെ നാടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മോശമായ അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ മൂക്ക് പിടിക്കേണ്ടി വരിക, ചില മാലിന്യങ്ങൾ കണ്ട് എന്താ ഇങ്ങനെ എന്ന് ആലോചിക്കാൻ ഇടയാകുക, ആ ഒരവസ്ഥ ഒരിടത്തും ഉണ്ടാകാതിരിക്കണം. എല്ലായിടങ്ങളും മാലിന്യമുക്തമാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ ഇതില് നല്ല ഇടപെടൽ തദ്ദേശ ഭരണ സ്ഥാപന തലത്തിൽ നടന്നിട്ടുണ്ട്. എല്ലായിടങ്ങളിലും വലിയ ഇടപെടലാണ് നടന്നത്. കുറവാണല്ലോ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഉണ്ടായതിന്റെ നേട്ടം പറയാനല്ലല്ലോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ പരിശോധിച്ചാല് നമ്മുടെ വാർഡുകളില് നിർവഹണ സമിതികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ട് ചില വാർഡുകളിൽ അത് വന്നില്ല. ചിലപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡൊക്കെ ആയിരിക്കും, ചില വാർഡായിരിക്കും. പക്ഷെ മൊത്തമായിട്ട് എടുത്താൽ അത് 5704 വാർഡുകളാണ്.
5704 വാർഡുകളിൽ ഇപ്പോഴും നിർവഹണ സമിതികൾ രൂപീകരിച്ചിട്ടില്ല. ഇക്കാര്യത്തില് നമുക്ക് സമയബന്ധിതമായി കാര്യങ്ങൾ നിർവഹിക്കാനാവണം. ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ, അതായത് ചില ഉദ്ഘാടന പരിപാടി പറഞ്ഞിരുന്നു, സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ആ പ്രദേശത്തെ സാമൂഹ്യ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തം പറഞ്ഞിരുന്നു. ഇതെല്ലാം വേണ്ടത്ര ഉണ്ടായിട്ടില്ലാത്ത ചില പ്രദേശങ്ങളും കേരളത്തിലുണ്ട്. അപ്പോ 2025 മാർച്ച് 30, ഇനി അധിക നാളില്ല. ആ മാർച്ച് 30 സമ്പൂർണ്ണ ശുചിത്വ കേരള പ്രഖ്യാപനം നടത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 5704 വാർഡ്, ചിലപ്പോൾ ഒരു പഞ്ചായത്തിൽ 1-2 ആയിരിക്കും, ചിലയിടത്ത് തീരെ ഉണ്ടാവില്ല. അപ്പൊ ബാക്കിയുള്ളത് എവിടെയാണോ ഈ നിർവഹണ സമിതികൾ രൂപീകരിച്ചിട്ടില്ലാത്ത ആ വാർഡുകൾ അടിയന്തരമായി നിർവഹണ സമിതികൾ രൂപീകരിക്കുന്ന അവസ്ഥയുണ്ടാകും. ഈ ക്യാമ്പയിന്റെ ഭാഗമായി അയൽക്കൂട്ടങ്ങള്, ടൂറിസം കേന്ദ്രങ്ങള്, ഓഫീസുകള്, ടൗണുകള്, മാർക്കറ്റുകള്, പൊതുസ്ഥലങ്ങള്, സ്കൂളുകൾ, കലാലയങ്ങൾ എല്ലാം ഹരിതമാക്കാനുള്ള സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയക്രമം ഓരോരുത്തരും പാലിച്ചു പോകണം. ആ സമയക്രമം നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകും. അതനുസരിച്ച് സമയബന്ധിതമായി ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കൽ വളരെ പ്രധാനമാണ്. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദമായി തന്നെ ഓരോ സ്ഥലത്തും അവലോകനം ചെയ്യണം. അങ്ങനെ അവലോകനം ചെയ്താലാണ് തുറന്നുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലക്ക് നടത്താൻ കഴിയുക. അപ്പോഴാണ് കുറവുകൾ കണ്ടെത്താൻ പറ്റുക. ഇനിയുള്ള സമയം നല്ല നിലക്ക് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാവും. നേരത്തെ നമ്മൾ നടപ്പാക്കിയൊരു പരിപാടിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പരിപാടി. അതിൻ്റെ 3ാം ഘട്ടം പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ തുടക്കം കുറിക്കാനാവണം. 3ാം ഘട്ട പ്രവർത്തനങ്ങൾ 2025 മാർച്ചോടെ പൂർത്തീകരിക്കാനും പറ്റണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ജലസ്രോതസ്സുകളിൽ എത്തിച്ചേരുന്ന വിധത്തിൽ മലിനജല കുഴലുകൾ സ്ഥാപിച്ചിട്ടുള്ള വീടുകളും സ്ഥാപനങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിനും അറിയാവുന്നതാണ്. അത് കണ്ടെത്തി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാനാവും. ആവശ്യമെങ്കിൽ നിയമ നടപടി അടക്കം സ്വീകരിക്കാം. ജലത്തില് നമ്മൾ കുടിക്കുന്ന വെള്ളം നല്ല വെള്ളമാണെന്നാണല്ലോ നമ്മളെല്ലാവരും കരുതുന്നത്. പക്ഷേ പലയിടത്തും ഈക്കോളി സാന്നിധ്യം ഉണ്ട് എന്നത് അറിയണം. ഇപ്പൊ ജലത്തിൽ ഈക്കോളി സാന്നിധ്യം ഉണ്ടോ അത് പരിശോധിക്കുന്നതിന് ഈ മാസവും അടുത്ത ജനുവരിയിലും, ഈ 2 മാസങ്ങളിലായി വിപുലമായ പരിശോധനകൾ സംഘടിപ്പിക്കാം. കാരണം മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമ്മുടെ വീടുകളിൽ ഒറ്റക്കുഴി കക്കൂസുകളുണ്ട്. അപ്പോൾ അതിന് പകരമായി സുരക്ഷിതമായ സെപ്റ്റിക് ടാങ്കുകൾ സ്ഥാപിക്കാൻ സഹായിക്കേണ്ടത്. തീരപ്രദേശത്തിന് മുൻഗണന നൽകാനാവണം. കുറഞ്ഞ വരുമാനക്കാരായ ധാരാളം കുടുംബങ്ങളാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. അവർക്ക് ജനകീയ പിന്തുണയോടെ സുരക്ഷിതമായ സെപ്റ്റിക് ടാങ്കുകൾ ഉറപ്പാക്കാൻ കഴിയണം. ശുചിത്വ മിഷന്റെ സാമ്പത്തിക സാങ്കേതിക സഹായം പ്രയോജനപ്പെടുത്തി കമ്മ്യൂണിറ്റി സെപ്റ്റിക് ടാങ്കുകൾ സ്ഥാപിക്കാനും കഴിയും. ഇതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകൾ, ഹോട്ടലുകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ നിന്ന് സാനിറ്ററി മാലിന്യം ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും പൊതു സംവിധാനം ഏർപ്പെടുത്തണം. ജൈവ മാലിന്യ സംസ്കരണത്തിന് തലത്തിലും കമ്മ്യൂണിറ്റി തലത്തിലും സ്ഥാപിച്ചിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ സംവിധാനങ്ങൾ പലതും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. കാരണം കൃത്യമായി അറ്റകുറ്റപ്പണി നിർവഹിക്കാനായില്ല. അപ്പോ അറ്റകുറ്റപ്പണി നിർവഹിച്ച് ഇവയെല്ലാം പ്രവർത്തനക്ഷമമാക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള ടൗണുകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ഫ്ലാറ്റുകൾ, ഹോസ്റ്റലുകൾ, ഭവന സമുച്ചയങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, പൊതുസ്ഥലങ്ങൾ, ഹോട്ടലുകൾ, ഹാളുകൾ ഇവിടങ്ങളിലെല്ലാം കമ്മ്യൂണിറ്റി തല ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. അത് ഓരോ ഇടത്തും കൃത്യമായി ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ കഴിയും. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അധികാരപരിധിയിൽ പ്രവർത്തിക്കുന്നവയാണ് ഫ്ലാറ്റുകൾ. അപ്പൊ അവയ്ക്ക് ജൈവമാലിന്യ ജലമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖര ദ്രവ മാലിന്യങ്ങളുടെ സംസ്കരണത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ പ്രധാനമാണ്. 2023-24 വർഷത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 2867 കോടി രൂപ അടങ്കലുള്ള മാലിന്യ സംസ്കരണ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരുന്നത്. ഇതില് ചെലവഴിക്കപ്പെട്ടത് 641 കോടി 45 ലക്ഷം രൂപ മാത്രമാണ്. അതായത് 22% പുരോഗതി. നഗരസഭകളില് 15% ചെലവഴിച്ചത്. ഇപ്പൊ വികസന പദ്ധതികള്, കേന്ദ്രാവിഷ്കൃത പദ്ധതികള്, മറ്റു പദ്ധതികൾ ഇവയുടെയെല്ലാം സംയോജനം ഉറപ്പാക്കി പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാൻ നമുക്ക് കഴിയണം. ശുചിത്വവുമായി ബന്ധപ്പെട്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള പദ്ധതികൾ
ഭരണസമിതി യോഗം വിലയിരുത്തുക. പൂർത്തിയാക്കാനുള്ളവ പ്രശ്നങ്ങൾ പരിഹരിച്ച് സമയബന്ധിതമായി പൂർത്തീകരിക്കണം. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നടപ്പാക്കിയ മാതൃകാ പദ്ധതികൾ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ടീം സന്ദർശിക്കണം. ഹരിത കേരള മിഷൻ ഇത് ഏകോപിപ്പിക്കുകയും ചെയ്യണം. ഡിസംബർ 25 ജനുവരി ഈ 2 മാസങ്ങൾ എടുത്തുകൊണ്ട് നാടിന്റെ മുക്കും മൂലയും ശുചീകരിക്കുന്ന വിപുലമായ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. ഇതിനകത്ത് എല്ലാവരും പങ്കാളികളാകണം എന്നുള്ളതാണ് പ്രധാനം. എല്ലാവരെയും പങ്കാളികളാക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപ്പോ ഓരോ പ്രദേശത്തും ഇതിനു വേണ്ടി തന്നെ ഭവന സന്ദർശനം നടത്തി മുന്നൊരുക്കങ്ങൾ നടത്തണം. മുഴുവൻ വിഭാഗത്തെയും ഇതിന്റെ ഭാഗമായി അണിനിരത്തുക. നാടൊന്നാകെ ഇറങ്ങി ശുചീകരണം ഉറപ്പുവരുത്തുന്ന നിലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കൃത്യമായ ആസൂത്രണം ഓരോ തദ്ദേശഭരണ സ്ഥാപന തലത്തിലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപനം എന്നത് പ്രാദേശിക സർക്കാരാണ്. ആ നിലക്കുള്ള ഉയർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിനും കഴിയണം. ഇതാണ് ഈ കാര്യത്തിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമ്മുടെ മൂന്നാമത്തെ ഇനം പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ടതാണ്. ദീർഘകാല രോഗങ്ങൾ മൂലം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഓരോ വീടിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിചരണം ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചാണ് പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ ആവിഷ്കരിച്ചത്. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും പാലിയേറ്റീവ് കെയർ ഉറപ്പാക്കുന്നതിന് 2021 തന്നെ സർക്കാർ ഉത്തരവുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായുള്ള മാർഗരേഖയും പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെ നമ്മുടെ സംസ്ഥാനത്ത് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതില് രോഗികൾക്ക് വീട്ടിൽ പരിചരണം ഉറപ്പാക്കാൻ ജനസംഖ്യാനുപാതികമായി ആരോഗ്യ വകുപ്പിന്റെ ഹോം കെയർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സുമാരെ തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് നിയമിക്കുന്നത്. 1142 പ്രൈമറി പാലിയേറ്റീവ് യൂണിറ്റുകൾ സർക്കാർ മേഖലയിൽ ഉണ്ട് എന്നതാണ് കണക്ക്. ഇതുവഴി 1,14,439 രോഗികൾക്ക് പരിചരണം നൽകി വരുന്നുമുണ്ട്. മാനദണ്ഡങ്ങൾക്കനുസൃതമായി നമ്മുടെ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾക്ക് രജിസ്ട്രേഷൻ നൽകാൻ കഴിയേണ്ടത്
നമുക്കറിയാം പിന്നെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വിവിധ തരത്തിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനം നടക്കുന്നു. പാലിയേറ്റീവ് യൂണിറ്റുകൾ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് നേരത്തെ പറഞ്ഞ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളതല്ല, ചിലത് NGO എന്നുള്ള തരത്തിലുള്ളതാണ്, മറ്റൊരുപാട് കൂട്ടായ്മകളുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായി നല്ല തോതിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനമാണ് നടക്കുന്നത്. ഇതിനെയെല്ലാം ഏകോപിപ്പിക്കാൻ നമുക്ക് കഴിയണം. എല്ലാ വിഭാഗവും പറഞ്ഞ മുഴുവൻ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു വീടും രോഗികളുള്ള പാലിയേറ്റീവ് സഹായം ആവശ്യമുള്ള ആളുകൾ വസിക്കുന്ന ഒരു വീടും വിട്ടുപോകാതിരിക്കുക. എല്ലാവരെയും ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരിക. അതിനാണ് ഒരു ഏകോപനം വേണ്ടത്. എല്ലാവരും കൂടി ഏകോപിതമായി നീങ്ങിയാൽ മുഴുവൻ ആളുകളിലേക്കും ആവശ്യമുള്ള ആളുകളിലേക്ക് പാലിയേറ്റീവ് പ്രവർത്തനം എത്തിക്കാൻ സാധിക്കും. അപ്പോ തദ്ദേശഭരണ സ്ഥാപന തലത്തിൽ ഇത്തരത്തിലുള്ള ഇങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, എല്ലാ സ്ഥാപനങ്ങളെയും രജിസ്റ്റർ ചെയ്യുന്ന നടപടി സ്വീകരിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ഓരോ സ്ഥാപനത്തിൻ്റെയും പ്രവർത്തനം, അവര് അവിടെ എത്രത്തോളം സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കുന്നുവെന്നത്, അങ്ങനെയെല്ലാമുള്ള മുഴുവൻ വിശദാംശങ്ങളും നമുക്ക് സമാഹരിക്കാനാവും. അത് രജിസ്ട്രേഷൻ നടപടികൾക്ക് സഹായകമായിരിക്കും. ഇതില് ഒരു സംഘടനയെയും ഒഴിവാക്കാൻ പാടില്ല. എല്ലാവർക്കും രജിസ്ട്രേഷൻ നൽകുക എന്നത് പ്രധാനമാണ്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം പറയാം, നമ്മളെല്ലാവരും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഓരോ പ്രദേശത്തെയും അധിപന്മാരാണ്. എന്നാൽ നമുക്ക് വിവിധ കാരണങ്ങളാൽ താല്പര്യമുള്ള സംഘടനകളും അത്രത്തോളം താല്പര്യമില്ലാത്ത സംഘടനകളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടാകാം. ഇക്കാര്യത്തിൽ ഒരു വിവേചനവും ഉണ്ടാകാതിരിക്കണം. ഒരു വിവേചനവും പാടില്ലാത്തതാണ്. പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നു എന്ന മാനദണ്ഡം വെച്ചുകൊണ്ടാണ് അവയെ നാം കണക്കാക്കേണ്ടത്, രജിസ്ട്രേഷൻ നൽകേണ്ടത്. എല്ലാവർക്കും രജിസ്ട്രേഷൻ നൽകുക എന്നുള്ളതാണ്. ആരെയും ഒഴിവാക്കലല്ല, എല്ലാവരെയും ചേർത്തുകൊണ്ട് പാലിയേറ്റീവ് രംഗത്തുള്ള പ്രവർത്തനം ഫലപ്രദമായി നടത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മെഡിക്കൽ നഴ്സിംഗ് പരിചരണം നൽകുന്ന യൂണിറ്റുകൾ ആരോഗ്യവകുപ്പിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്ത യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ അതത് തദ്ദേശഭരണ വീട്ടിൽ പരിചരണം നൽകുമ്പോൾ അവിടെ ആവശ്യമായ എല്ലാവർക്കും ഗുണമേന്മയിൽ അധിഷ്ഠിതമായ
പരിചരണം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനാവണം. ഇതിന് ഓരോ രോഗിക്കും പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണ ഉറപ്പുവരുത്തൽ പ്രധാനമാണ്. ഇതിനായി സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തി പരിശീലിപ്പിക്കാനാവണം. ഇപ്പോൾ ഉള്ളവർ മാത്രം പോരാ, പുതിയ ആളുകൾ വേണ്ടതായി വരും. അതിന് തയ്യാറാകുന്ന സന്നദ്ധ പ്രവർത്തകർ ധാരാളം ഉണ്ടാകും. അത്തരം ആളുകളെ പരിശീലിപ്പിച്ച് നമ്മൾ ഇതിന്റെ ഭാഗമാക്കണം. ഇപ്പോൾ പുതിയ വളണ്ടിയർമാരെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ ഏറ്റെടുക്കണം. കണ്ടെത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് ശാസ്ത്രീയമായ പരിശീലനം ഉറപ്പുവരുത്തണം. പരിശീലന മൊഡ്യൂളും പരിശീലകരും ആരോഗ്യവകുപ്പ് ലഭ്യമാക്കും. ഓരോ രോഗിക്കൊപ്പവും പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് ഏറ്റവും പ്രധാനമാണ്. വീടുകളിലെ പരിചരണം നൽകി വരുന്ന ഡോക്ടർമാര്, നേഴ്സുമാര്, സന്നദ്ധ പ്രവർത്തകർ, ഇവരിൽ മതിയായ പരിശീലനം ലഭിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ പരിശീലനം നൽകേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ കഴിയുന്ന ചിലര് ദൈനംദിന പരിചരണം ആവശ്യമുള്ളവരാകും. അത്തരം വീടുകളിൽ ബയോമെഡിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ രാസമാലിന്യങ്ങളെ മറ്റു മാലിന്യങ്ങളിൽ നിന്ന് വേർതിരിച്ച് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ അവബോധവും പരിശീലനവും പ്രത്യേകമായി ഉറപ്പാക്കണം. ബയോമെഡിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ രാസമാലിന്യങ്ങളെ ഹസാർഡ്സ് മാലിന്യങ്ങളായി നിർണയിച്ചതുകൊണ്ട് പാലിയേറ്റീവ് പരിചരണം നടത്തുന്ന വീടുകളിൽ കളർ കോഡഡ് ബിന്നുകൾ നൽകണം. ബിന്നുകളിൽ നിന്നും ഇത്തരം മാലിന്യങ്ങൾ ശേഖരിച്ച് സംഭരിക്കാനും സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇവിടെ രോഗീ പരിചരണമാണ് പാലിയേറ്റീവ് കെയറിൽ കാര്യമായി ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമായ ഗുരുതര രോഗബാധിതരല്ലാത്തതും പരിചരണം ആവശ്യമുള്ളതുമായ വയോജനങ്ങളും ഭിന്നശേഷിക്കാരും ധാരാളമുണ്ട്. അപ്പൊ അവരെ കൂടി ഉൾക്കൊള്ളിച്ച് BPL APL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പരിചരണം ഉറപ്പാക്കണം. ആ വിധത്തിലുള്ള ഒരു ഡൊമിസിലറി കെയർ പദ്ധതിയായി വിപുലീകരിച്ച മികച്ച പരിചരണം ഉറപ്പാക്കാൻ കഴിയേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വ്യത്യാസവും ഇല്ലാതെ രോഗിയാണോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. BPL APL വ്യത്യാസമൊന്നും ഇവിടെ കണക്കാക്കുന്നില്ല. പരിചരണം ആവശ്യമുള്ളവർക്ക് പരിചരണം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരു പ്രശ്നം, വിവിധ തലങ്ങളിലുള്ള പരിചരണം ആവശ്യമുള്ളവരുണ്ട്. ചിലർക്ക് ആഴ്ചയിൽ ഒരു ദിവസം മതിയാകും. എന്നാൽ അത്തരം സ്ഥലങ്ങളിൽ പരിശീലനം സിദ്ധിച്ചവരുടെ സേവനം ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. മറ്റു ചിലർക്ക് ദൈനംദിന ശ്രദ്ധ വേണ്ടി വരും. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വ്യക്തിഗത നടത്താൻ കഴിയണം. ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് ആരോഗ്യ വകുപ്പിലും ഇതര വകുപ്പിന്റെയും പൂർണ്ണ സഹകരണം ഉറപ്പാക്കണം. ഇതില് ആരോഗ്യ വകുപ്പും സാമൂഹ്യക്ഷേമ വകുപ്പും
ഫലപ്രദമായി സഹായിക്കേണ്ടവയാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് വേണ്ടത്. കിടപ്പിലായ രോഗികൾക്ക് മെച്ചപ്പെട്ട പരിചരണം ലഭിക്കാൻ നേരത്തെ നിശ്ചയിച്ചിരുന്ന വ്യത്യസ്തമായി 20,000 ജനസംഖ്യയുള്ള പ്രദേശത്ത് ഒരു ഹോം കെയർ യൂണിറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോ അത് 30,000 പേരടങ്ങുന്ന യൂണിറ്റാണ്. അപ്പൊ അത് 20,000 ആക്കി മാറ്റുന്നതാണ് നന്നാവും. ആക്ഷൻ പ്ലാൻ നിർദ്ദേശിച്ചത് പ്രകാരം ഹോം കെയർ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നടപടികൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായി പാലിയേറ്റീവ് കെയർ ഗ്രിഡ് രൂപീകരിച്ച് ടെലിമെഡിസിൻ സംവിധാനം ഈ ഗ്രിഡിന്റെ ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. നിരാലംബരായ വയോജനങ്ങളുണ്ട്. അവരെ പാർപ്പിച്ചിട്ടുള്ള ഹോമുകൾ സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും പ്രവർത്തിക്കുന്ന വൃദ്ധമന്ദിരങ്ങൾ ഇവിടങ്ങളിലെല്ലാം പാലിയേറ്റീവ് കെയർ സേവനം എത്തിക്കാനാവും. വയോമിത്രം പദ്ധതിയെ ഡൊമിസിലറി കെയർ പദ്ധതിയുമായി കണ്ണിചേർക്കണം. പാലിയേറ്റീവ് കെയർ രംഗത്ത് തദ്ദേശ ഭരണം, സാമൂഹ്യനീതി, ആരോഗ്യം തുടങ്ങിയ വിവിധ വകുപ്പുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ ബ്ലോക്ക് തലങ്ങളിൽ സംവിധാനം ഒരുക്കണം. ഈ പ്രവർത്തനം വാർഡ് തലത്തിൽ വാർഡ് അംഗത്തിന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ, അംഗൻവാടി, കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ അടങ്ങിയ സമിതി രൂപീകരിക്കുന്നതാവും. തദ്ദേശഭരണ സ്ഥാപന തലത്തിൽ ഇതിന് സമാനമായ സമിതികൾ രൂപീകരിക്കേണ്ടതുണ്ട്. ഈ സമിതി മാസത്തിലൊരിക്കൽ യോഗം ചേരുക, പ്രവർത്തനങ്ങൾ വിലയിരുത്തുക. അപ്പൊ അങ്ങനെ വന്നാൽ പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ള എല്ലാവർക്കും മെച്ചപ്പെട്ട പരിചരണം ലഭ്യമാക്കാനാവും. അത് ഉറപ്പുവരുത്തലാണ് ഏറ്റവും പ്രധാനം. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ പാലിയേറ്റീവ് പരിചരണം മുഴുവൻ ആളുകളെയും കുടുംബങ്ങളെയും കണ്ണുചേർത്തുകൊണ്ട് APL BPL വ്യത്യാസമില്ലാതെ മികച്ച പരിചരണം ഉറപ്പാക്കലാണ് ഉദ്ദേശിക്കുന്നത്. വലിയൊരു ജനകീയ മുന്നേറ്റം. ഇതിന്റെ ഭാഗമായുള്ള ക്യാമ്പയിൻ പ്രവർത്തനം ഈ അടുത്ത മാസം ജനുവരി 1 ആരംഭിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോ 3 ക്യാമ്പയിനുകളാണ് ഈ തരത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. ഇവ 3ഉം പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ സുസ്ഥിരമായ ഒരു നവകേരളം എന്ന നമ്മുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഇതെല്ലാം സഹായകമായ ഘടകങ്ങളാണ്. എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഈ ഒരു കാര്യം പൂർണ്ണമായും ബോധ്യപ്പെട്ടുകൊണ്ട് ഇടപെടണം എന്നതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ അതിദാരിദ്ര്യം ഓരോ പഞ്ചായത്തും മുക്തമായി എന്ന് പ്രഖ്യാപിക്കാൻ നേരത്തെ തന്നെ കഴിയുക. മാർച്ച് മാസത്തോടെയാണ് മാലിന്യമുക്തമാവേണ്ടതെങ്കിലും അതിനു മുൻപ് തന്നെ മാലിന്യമുക്തമാക്കുന്നതിന് ഈ മാസവും അടുത്ത മാസവും എല്ലാം നടക്കുന്ന വലിയ ക്യാമ്പയിൻ ഈ പറഞ്ഞ പാലിയേറ്റീവ് പ്രവർത്തനം എല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നിങ്ങളെല്ലാവരും
ഫലപ്രദമായ നേതൃത്വം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനരായ 2 മന്ത്രിമാർ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനുണ്ട്. ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ഉണ്ട്. 2 മന്ത്രിമാരുണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി എന്ത് റവന്യൂ മന്ത്രി സംസാരിക്കാമോ? ഞാനുണ്ട്. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ട് സർ. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. അത് ഇന്ന് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തു വരികയാണ്. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടേണ്ട 3 കാര്യങ്ങളാണ് ചുരുക്കമായി സൂചിപ്പിക്കാനുള്ളത്. നെൽവയലുകൾ നികത്തുന്നത് തടയാനാണ് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കിയത്. 2008 ശേഷം നിലം നികത്താൻ പാടില്ല എന്ന കർശനമായ വ്യവസ്ഥ നിയമത്തിലുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് ഭൂരഹിതരായ സാധാരണക്കാർക്ക് വീട് വയ്ക്കുന്നതിനായി ചുരുങ്ങിയ അളവിൽ നെൽവയലുകൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥകൾ നിയമത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സാധാരണക്കാർക്ക് പരമാവധി പ്രയോജനപ്പെടുത്തി നൽകണം എന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയാണ് നെൽവയലുകൾ. ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി നൽകുന്നു. ഇത്തരത്തിൽ നികത്തപ്പെട്ട നെൽവയലുകൾ ഡാറ്റാ ബാങ്കിൽ നിന്ന് തെറ്റായി ഉൾപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാണ് ഫോം നമ്പർ 5 പ്രകാരം അപേക്ഷ നൽകുന്നത്. തുടർന്ന് റവന്യൂ റെക്കോർഡുകളിൽ നിലം എന്നുള്ളത് പുരയിടമായി മാറ്റാനാണ് ഫോം നമ്പർ 6 അപേക്ഷ നൽകുന്നത്. ഇതിൽ ഈ നടപടിക്രമങ്ങൾ സാധാരണക്കാരന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒന്ന്, നിലവിൽ കോർപ്പറേഷനുകളിൽ 5 സെന്റും പഞ്ചായത്തുകളിൽ 10 സെന്റുമായി ഭൂമിയിൽ വീട് വയ്ക്കാനുള്ള തരംമാറ്റത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കപ്പെട്ട എല്ലാ കേസുകളും പ്രത്യേക പരിഗണനയ്ക്ക് വിധേയമാക്കാൻ ജനുവരി മാസത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രി എന്ന നിലവാരത്തിലുമുള്ള അദാലത്തുകൾ ജില്ലാ നിലവാരത്തിൽ പങ്കെടുപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി 2008 മുൻപ് വാങ്ങുകയും അപേക്ഷകന് ജില്ലയിൽ മറ്റൊരിടത്തും ഭൂമിയില്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ ഈ സ്ഥലത്തിൽ വീട് വയ്ക്കുന്നതിന് നമുക്ക് ഫോം നമ്പർ 1 എന്ന പ്രത്യേക ഫോമിൽ അപേക്ഷ നൽകാം. ഫോം നമ്പർ 1 ഇപ്പോൾ ആരും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി ഗ്രാമപഞ്ചായത്തിൽ 10 സെന്റ് വരെയും മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥലത്ത് 5 സെന്റ് വരെയുമാണ് വീട് വയ്ക്കാൻ പ്രത്യേകമായി അനുമതി നൽകുന്നത്. ഇതിനായി ഫോം നമ്പർ 1 കൃഷി ഓഫീസർക്കാണ് അപേക്ഷ നൽകേണ്ടത്. കൃഷി ഓഫീസറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ ചെയർമാനായിട്ടുള്ള ജില്ലാ തല സമിതി നെൽവയലുള്ള പ്രദേശമാണെങ്കിൽ പോലും 2008 മുമ്പ് മേടിച്ച സ്ഥലമാണെങ്കിൽ അവിടെ നെൽവയലിൽ തീരുമാനിച്ച എക്സ്റ്റന്റ് വരെയുള്ള സ്ഥലം നികത്തി വീട് വയ്ക്കാനുള്ള പ്രത്യേക അനുമതി നൽകാൻ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നികത്തപ്പെട്ട ഭൂമി റവന്യൂ രേഖകളിൽ പുരയിടമെന്നാക്കില്ല, തരം മാറ്റാൻ പറ്റില്ല. പക്ഷേ ജില്ലയിൽ മറ്റൊരിടത്തും ഭൂമിയില്ലെങ്കിൽ അങ്ങനെയുള്ള ഭൂമി ഫോം നമ്പർ 1 അപേക്ഷ നൽകിയാൽ നികത്തി വീട് വയ്ക്കാം. ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റുന്നതിന് ഫോം നമ്പർ 5 ലഭിക്കുന്ന അവിടെ കൃഷി എന്ന് പറഞ്ഞ് തള്ളിയാൽ അങ്ങനെ തള്ളുന്നവർക്ക് ഇങ്ങനെ ഒരു അവസരമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവരുടെ മറുപടിയിൽ അത് അപേക്ഷകരെ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യം നമുക്ക് 5 സെന്റും 10 സെന്റും ഭൂമി മാത്രമുള്ളവർക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നികത്തി ഭൂമി വീട് വയ്ക്കാം. 2, നികന്നു കിടന്ന സ്ഥലമാണെങ്കിൽ അതിന് അനുവാദം കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, ഫോം നമ്പർ 6 പ്രകാരമുള്ള അപേക്ഷകളാണ്. അതായത് നിയമത്തിൽ 27A വകുപ്പിലെ ഉപവകുപ്പ് 6 പ്രകാരം ഇത്തരം ഭൂമിയിൽ തരം മാറ്റം നടത്തി റവന്യൂ രേഖകളിൽ മാറ്റം വരുത്താതെ തന്നെ
വീട് വെക്കാനുള്ള അവസരം കൊടുക്കാവുന്നതാണ്. പഞ്ചായത്തി രാജിലും മുനിസിപ്പൽ ആക്ടിനുമുള്ള വ്യവസ്ഥകൾ ഇതിന് തടസ്സമാകില്ല. പരമാവധി 10 സെന്റ് വരെയുള്ള ഭൂമിയിൽ 120 ചതുരശ്ര മീറ്റർ, അതായത് 1291 ചതുരശ്ര അടി, 1291 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടോ, പരമാവധി 5 സെന്റ് വരെയുള്ള ഭൂമിയിൽ 40 ചതുരശ്ര മീറ്റർ, അതായത് 430 ചതുരശ്ര അടി വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടമോ തരം മാറ്റാതെ തന്നെ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അതിന് പഞ്ചായത്തിന് തന്നെ സെക്രട്ടറിമാർക്ക് പ്രത്യേകമായ അനുമതി നൽകാം. ഇവർക്ക് ഇങ്ങനെ വീട് വെച്ചതോ വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തിയതോ ആയിട്ടുള്ള ഭൂമി പിന്നീട് തരം മാറ്റേണ്ടി വന്നാൽ, പിന്നീട് തരം മാറ്റണമെന്ന് തോന്നിയാൽ, നമുക്കിതെല്ലാം കെട്ടിടമെല്ലാം നിർമ്മിച്ചതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ ഫോം നമ്പർ 6 ഉള്ള അപേക്ഷകൾ പിന്നീട് നൽകി ഇതിനുള്ള അവസരവും കൊടുക്കാം. അതുകൊണ്ട് ഫോം നമ്പർ 6 അപേക്ഷ കൊടുത്ത ആളുകൾക്കും വല്ലാത്ത ക്യൂ ഉണ്ട് എന്ന് തോന്നിയാൽ ഇത്തരമൊരു തരത്തിൽ 1291 സ്ക്വയർ ഫീറ്റ് വരെ വീട് വെക്കാനും 430 സ്ക്വയർ ഫീറ്റ് വരെ കെട്ടിടം കെട്ടാനും പഞ്ചായത്തിന് തന്നെ, പഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ, മുനിസിപ്പൽ സെക്രട്ടറിക്ക് തന്നെ അനുവാദം കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഈ കാര്യമാണ് ഭൂമിയുടെ നൽവയ തരംമാറ്റവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇത് സർക്കുലറായി പഞ്ചായത്ത് സെക്രട്ടറി മുഖാന്തരം താഴത്തേക്ക് സർക്കുലേറ്റ് ചെയ്യാൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക്, റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കത്ത് കൊടുക്കുന്നതാണ്. ഒരു കാര്യം കൂടിയുള്ളത്, നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ പിന്നെ അതിദരിദ്ര ലിസ്റ്റിൽ പെടുന്ന ഭവനരഹിതരായിട്ടുള്ള ഭൂമിയില്ലാത്തവർക്ക് അതത് പഞ്ചായത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന റവന്യൂ പുറമ്പോക്ക് ഭൂമി ഉണ്ടെങ്കിൽ മുൻഗണനകൾ ഒന്നും നോക്കാതെ തന്നെ അക്കാര്യം കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ വീട് വെക്കുന്നതിന് വേണ്ടി, അതിദരിദ്രരായവരുടെ ലിസ്റ്റിൽപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിനായി പ്രത്യേകമായ മുൻഗണനകളോ അപേക്ഷ ക്യൂവോ ഒന്നും നോക്കാതെ തന്നെ അവർക്ക് അത് അനുവദിക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കൗൺസിലുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഭൂമി ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ആവശ്യമായിട്ടുള്ള സർക്കുലർ തദ്ദേശ വകുപ്പിൽ നിന്ന് നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട മന്ത്രി നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോ യോഗത്തിലില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തുറന്ന തീരുമാനങ്ങൾ സമിതികളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ 3 പ്രവർത്തനങ്ങളിലും പ്രധാനമായിട്ടും അതിദാരിദ്ര്യത്തിന്റെയും അരണ്യമുക്തത്തിന്റെയും കാര്യത്തിൽ ഉണ്ടായ കുറവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് കെയറിന്റെ കാര്യത്തിലും എങ്ങനെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് എന്നത് സംബന്ധിച്ചും സമയബന്ധിതമായി നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമൊക്കെ വളരെ കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എല്ലാ ഭരണസമിതികളും ചേർന്ന് കൈക്കൊള്ളണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ചിലപ്പോൾ നമ്മുടെ യോഗം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കാം. ശരി.